നമസ്കാരം. കേരളത്തിലെ ഒട്ടുമിക്കവാറും വീടുകളിൽ കാണുന്ന ചെടിയാണ് കറ്റാർ വാഴ. വളരെയധികം പ്രാധാന്യം ഈ സസ്യത്തിനുണ്ട്. ഔഷധമൂല്യമുള്ള ചെടി കൂടിയാണ് ഇത്. മുടി വളരുവാനും അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കറ്റാർ വാഴ ഉപയോഗിക്കുന്നതുമാണ്. കറ്റാർ വാഴ വീട്ടിൽ വളർത്തുന്നത് സമ്പത്തും ഐശ്വര്യവും ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്ന കാര്യവുമാണ്. വീട്ടിൽ കറ്റാർ വാഴ വളർത്തുന്നതിലൂടെ അനേകം മംഗളകരമായ കർമ്മങ്ങൾ, മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ ചില കറ്റാർ വാഴ വീടുകളിൽ വയ്ക്കുന്നത് ശുഭകരമല്ല. ആ വീടുകൾക്ക് അത് ദോഷവും നിർഭാഗ്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് പറയുക. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആദ്യം പരാമർശിക്കാൻ പോകുന്നത് ഉത്തമമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. വീടിൻ്റെ പ്രധാന വാതിലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം മഹാലക്ഷ്മി ദേവി പ്രവേശിക്കുന്നതും പോസിറ്റീവ് ഊർജം പ്രവേശിക്കുന്നതും പ്രധാന വാതിലിലൂടെയാണ്. അതിനാൽ തന്നെ പ്രധാന വാതിലിൻ്റെ ഇരുവശത്തുമായി കറ്റാർ വാഴ നിങ്ങൾ വളർത്തുകയാണ് എങ്കിൽ അത് സമൃദ്ധി ഇരട്ടിക്കുന്നതിനോ സമൃദ്ധി കൊണ്ടുവരുന്നതിനോ സഹായകരമായി തീരും. വാതിലിന് നേരെയായി കറ്റാർ വാഴ വളർത്താൻ പാടുള്ളതല്ല. അതായത് വാതിൽ മറയും വിധം വളർത്തുവാൻ പാടുള്ളതല്ല. തുളസി, മഞ്ഞൾ എന്നിവയാണ് വാതിലിൻ്റെ നേരെയായി വളർത്തുവാൻ ഉത്തമം. അതിനാൽ ആ ചെടികൾ അപ്രകാരം നടുവാൻ ശ്രദ്ധിക്കണം. പ്രധാന വാതിൽ നിന്നും പുറത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഇടതുള്ള അഥവാ ഇടത്തെ ഭാഗത്തുള്ള മണ്ണിൽ അഥവാ ഇടത് വലത് വശത്തായി കറ്റാർ വാഴ വളർത്താം. ഈ രണ്ട് ഭാഗത്തും നിങ്ങൾക്ക് വളർത്തുന്നത് ഏറ്റവും ശുഭകരമായി ഭവിക്കും. വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ കറ്റാർ വാഴ വളർത്തുന്നതും സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണമായി തീരാം. നിരവധിയാർന്ന സന്തോഷകരമായ വാർത്തകൾ, ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുവാൻ അത് സഹായകരമായി തീരും. ഈശ്വരാധീനം കുറവുള്ള വീടുകളിൽ കറ്റാർ വാഴ വളരില്ല എന്നാണ് പറയുക. നിങ്ങൾ എത്രമേൽ ശ്രമിച്ചാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കറ്റാർ വാഴ വളരണം എന്നില്ല. സമൃദ്ധമായി വളരുകയാണ് എങ്കിൽ ഉറപ്പിക്കേണ്ടതായ കാര്യം അവിടെ ഈശ്വരാധീനമുണ്ട് എന്ന് തന്നെയാണ്. കറ്റാർ വാഴ വളർത്തുന്നത് വീട്ടിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകും. ആരോഗ്യ പുരോഗതി കൈവരിക്കുവാൻ സഹായകരമായി തീരും. ആരോഗ്യപരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. അതിനാൽ തന്നെ കറ്റാർ വാഴയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളിൽ വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം. ഇനി പരാമർശിക്കാനായി പോകുന്നത് നിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ വീട്ടിലെ കറ്റാർ വാഴയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക. കടുത്ത പച്ച നിറത്തിൽ ഉള്ളവയും അധികം ജലം ഉള്ളിൽ നിൽക്കാത്ത കറ്റാർ വാഴയാണ് വീടുകളിൽ വളർത്തുവാൻ ഏറ്റവും ഉത്തമമായത്. ഇവ തികഞ്ഞ വാസ്തുചെടിയാണ് എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ എവിടെയും വളർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ആഗ്രഹിക്കുന്നതായ ഫലങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ പെട്ടെന്ന് ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് കറ്റാർ വാഴയുമായി ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് കറ്റാർ വാഴ വളർത്തുന്നതായ സാഹചര്യത്തിൽ കറ്റാർ വാഴയിൽ ഈ കാര്യങ്ങൾ കാണുന്നു എങ്കിൽ അത് ശുഭകരമല്ല. മഞ്ഞ നിറമുള്ള കറ്റാർ വാഴ വളർത്തുകയാണ് എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ആ ശുഭകരമായ ഫലങ്ങൾ, പൂർണ്ണമായ ഫലം ലഭിക്കണമെന്നില്ല എന്നതാണ് വാസ്തവം. കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പരാമർശിക്കുന്നതായ രീതിയിലാണ് നിങ്ങൾ കറ്റാർ വാഴ വീടുകളിൽ വളർത്തുന്നത് എങ്കിൽ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നതായ പ്രയോജനം ലഭിക്കില്ല. കടബാധ്യതകൾ നിങ്ങൾക്ക് വന്നു ചേരാം. ദുഃഖങ്ങളും വിഷമതകളും വർദ്ധിക്കുന്നതാണ്. ദുരിതങ്ങൾ വീടുകളിൽ നിന്നും വിട്ടു പോകാത്തതായ സാഹചര്യം, എപ്പോഴും ദുഃഖ ദുരിതങ്ങൾ
വർദ്ധിക്കുന്നതായ സാഹചര്യം, ശ്രമിച്ചാലും അത് ഒഴിവാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം. അതിൽ ആദ്യത്തെ കാര്യമായി പരാമർശിക്കുന്നത് കാരണങ്ങളിൽ ആദ്യത്തെ കാര്യം ജലം കെട്ടി നിൽക്കുന്ന ഇടത്താണ്. ഇപ്രകാരമുള്ള സ്ഥലത്ത് നിങ്ങൾ കറ്റാർവാഴ വളർത്തുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതായ ഫലം ലഭിക്കണം എന്നില്ല. മറ്റൊരു സ്ഥലം അഴുക്ക് ജലവുമായി ബന്ധപ്പെട്ടാണ്. ഈ കെട്ടി നിൽക്കുന്നതായ ജലം അഴുക്ക് ജലമാണ് എങ്കിൽ അത് ഇരട്ടി ദോഷകരമായി തന്നെ ഭവിക്കും. നിങ്ങൾ വിചാരിക്കുന്നതായ കാര്യങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ആ വീടുകളിലേക്ക് വന്ന് ചേരണം എന്നില്ല. അതിനാൽ ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. മുള്ളുള്ള അല്ലെങ്കിൽ കേടായതോ വളർച്ച മുരടിച്ചതായോ ചെടികൾ പലപ്പോഴും വീടുകളിൽ ഉണ്ടാകാറുണ്ട്. ചിലരത് ഒഴിവാക്കാതെ നിലനിർത്തുന്നതുമാണ്. സമയമില്ലാത്തതിനാലോ മറ്റ് കാരണങ്ങളാലോ ആകാം. എന്നാൽ ഒരിക്കലും നിങ്ങൾ അപ്രകാരം ചെയ്യരുത്. അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ഒഴിവാക്കാത്തതും ഇതിൻ്റെ അടുത്തായി കറ്റാർവാഴ നിങ്ങൾ വളർത്തുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ചതായ ഫലം ലഭിക്കണം എന്നില്ല. ശുഭഫലങ്ങൾ വന്ന് ചേരുന്നതല്ല. കേടായ കറ്റാർവാഴ ചിലർ ശ്രദ്ധിക്കാതെ തുടർന്നും വീടുകളിൽ വളർത്തുന്നവരാണ്. എന്നാൽ ഇതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. ഒഴിവാക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. അതിനാൽ തീർച്ചയായും നിങ്ങൾ കേടായ കറ്റാർവാഴ അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ കറ്റാർവാഴ ഒഴിവാക്കി മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അഥവാ പുതിയ കറ്റാർവാഴ നടുന്നതാണ് ഏറ്റവും ശുഭകരം. ചിലർ കറ്റാർവാഴയുടെ അടുത്ത് ചപ്പുചവറുകൾ കൂട്ടിയിടുകയോ അല്ലെങ്കിൽ മറ്റ് വേസ്റ്റായ വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് കത്തിക്കുന്നതാണ്. ഇത് പലരും അറിയാതെ ചെയ്തു പോകുന്നതായ കാര്യമാകാം. എന്നാൽ ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യരുത്. വേസ്റ്റ് പോലും ഒരിക്കലും കറ്റാർവാഴയുടെ അടുത്ത് നിക്ഷേപിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും, തിരിച്ചടികൾക്ക് കാരണമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. പൊടി, മാറാല തുടങ്ങിയ കാര്യങ്ങൾ, അതായത് വളരെയധികം ചെളി പിടിച്ചിരിക്കുന്നതായ സാഹചര്യം കറ്റാർവാഴയിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. മാറാല പിടിച്ചിരിക്കുന്നതായ സാഹചര്യം ഒരിക്കലും വരാൻ പാടുള്ളതല്ല. പൊട്ടിയ പാത്രങ്ങളിൽ പലരും കറ്റാർവാഴ വളർത്തുന്നതാണ്. കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാകാം ഇപ്രകാരം ചെയ്യുന്നത്. എന്നാൽ അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറാം. അതിനാൽ ഒരിക്കലും പൊട്ടിയ പാത്രത്തിലും നിങ്ങൾ കറ്റാർവാഴ വളർത്തുവാൻ പാടുള്ളതല്ല. ഈ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക. കറ്റാർവാഴയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഐശ്വര്യവും ഉയർച്ചയും നൽകും. പോസിറ്റീവായ ഊർജം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും.